ചാടത്തെ ഗേറ്റ് പൂട്ടിയാണല്ലേ നമ്മൾ ചാടുന്നത്. ഇതെന്തൊരു വീടാണ്, നമുക്ക് പോവാം. മില്ലണ മക്കറി, നീ വേഗം ചത്തോ, ഞാൻ പോകും. ധൈര്യം വന്നില്ലടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്ക് പേടി? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. നീ ആരടാ ചെടിയുടെ വിളിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ? നീ ആരടാ? അത് കൊള്ളാമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്റെ ഭാര്യയെ പോലെ നോക്കുന്ന ചെടിച്ചട്ടിയും പൊട്ടിച്ചിട്ട് ഈ കുണ്ടാ കുട്ടപ്പനോട് നീ ആരടാന്ന് ചോദിക്കാൻ നീ ആരടാ? നിന്റെ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. ഓ, എന്റെ ഗ്രാൻഡ് ഫാദർ. എന്തപ്പാ രവിയണ്ണ? എന്തെണ്ണ? ഇതാ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു പൂവണക്കും വാനരൻ. പിടിയവനെ, അറിയാവനെ. എന്താ ഇവിടെ? ഇത് വീടാണോ അതോ ചന്തയാണോ? വീടാണോ വിചാരിച്ചാൽ വന്ന് കയറിയത്. അകത്ത് കയറിയത് മനസ്സിലായി അസൽ ചന്തയാണെന്ന്. തീപ്പി അലവിലാതെയാണോ ജോലി? അവന്മാരുണ്ട്, അടിയന്മാരാ. അതിന്റെ ഗുണം കാണാനും ഉണ്ട്. അനാവശ്യം പറഞ്ഞാൽ ആടിച്ച് നിന്റെ സൂപ്പ് വയ്ക്കും. കണ്ടോ കണ്ടോ, തീപ്പി അവന്മാർക്ക് മര്യാദ. മതി മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എന്താ വേണ്ടത്? മനുഷ്യർക്ക് എന്താ വേണ്ടത്? ജീവിക്കാൻ ഒരു ജോലി. നിന്റെ വായിലെന്താ പഴോ? പഴടാ അങ്ങോട്ട്. മുതലാളി, ഞങ്ങൾക്കൊരു ജോലി വേണം. ഇങ്ങനെയാണോ ജോലി തേടി വരുന്നത്? നോക്കി നിൽക്കാൻ ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടും, അടിച്ചാൽ തിരിച്ചടിക്കും. വേഗം പോകാം. കൊടുകെ ഇപ്പൊ എന്താ നീ ഹീറോ ആയത്? ടി പി, ഞങ്ങളെ പോലെ രണ്ടുപേരെ ജോലിക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അട്ടെ, ഞങ്ങൾ എപ്പോഴാ ജോലിക്ക് വരേണ്ടത്? നിങ്ങൾ ഒരിക്കലും ഇനി ജോലിക്ക് വരണ്ട. പിന്നെയും ടി പി പഴയതുപോലെ തന്നെയാണ് പറയുന്നത്. കൊടുക്കണം മറ്റേ എടുത്ത് ടി പിയുടെ കയ്യില്. എന്താ ഇത്? അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാറും കൂടെ തന്ന കത്താണിത്. അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാറും നിങ്ങളുടെ ആരാ? ഞങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് നല്ല മനുഷ്യർ. ജയമോഹനും രാജ്കുമാറും പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ നാളെ ഇങ്ങോട്ട് വരൂ, ഞാൻ ജോലി വരാം. നമസ്കാരം. ബോർഡ് ടി പി എന്നാണെങ്കിലും നല്ല മുതലാളി. ഇതാ വടി, വരട്ടെ. അളിയൻ എന്ത് പുളിയം പണിയായി കാണിച്ചത്? യോമാര് ഫ്രോഡാണ്. യോമാർക്ക് ആരെങ്കിലും ജോലി കൊടുക്കും? ആരും കൊടുക്കത്തില്ല. പക്ഷേ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏവണ്ടന്മാരെ, എനിക്ക് ദൂരം വയ്യാത്ത കേസ് കിട്ടാണ്. എന്റെ കേസ് മുഴുവൻ അഡ്വക്കേറ്റ് ജയമോഹന്റെ കയ്യിലാണ്. അയാളുടെ സ്നേഹിതൻ രാജ്കുമാറാണ് എന്റെ ഇജ്ജത്തക്ഷരം ആടിത്തം. അവരെ വെറുപ്പിച്ചാലേ എനിക്കും നിങ്ങളെ പോലെ വളരെ കൃഷിയിൽ ജീവിക്കേണ്ടി വരും. വിഘ്നേശ്വര, ഞങ്ങളുടെ ജോലിക്ക് വിഘ്നങ്ങളൊന്നും വരാതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമേ ഭാഗവതി. അയ്യോ, എന്തൊരു കൊതിയാണത്. പ്രസാദമല്ലേടാ? എന്നാ എനിക്കെന്താ? ഡാഡി, ഞാൻ കോളേജിൽ പോകുന്നു. വൈകുന്നേരം ലേറ്റായിട്ടേ വരൂ. ആർട്സ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. കാർ ശരിയായോ? ഇല്ല മുതലാളി, ഇത് എന്നെ കൊണ്ട് പറ്റൂല മുതലാളി. എന്നാലേ നാളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട്
കാർ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് വന്നാൽ മതി. പോയിട്ട് വരട്ടെ ഡാഡി. ശരി മോളെ, സൂക്ഷിച്ചൊക്കെ പോണേ. മോളെ, ഇവരുടെ കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓ, എന്റെ പേര് വൈകുണ്ഠം ശങ്കർ. എന്ത് വൈകുണ്ഠമോ? അതെ, വൈകുണ്ഠം എന്നത് എന്റെ വീടിന്റെ പേരാണ്. ഞാൻ കൈലാസം രാജു. ഞാൻ സിന്ധു. ഞാൻ TP ഭാസ്കരൻ നായർ. TP എന്ന് വെച്ചാൽ തല്ലിപ്പും. ഓ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ഇപ്പം പറഞ്ഞു വരാം. നീ പിടിച്ചിട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. സ്വഭാവം, സമ്പത്ത്, സൗന്ദര്യം, ഇത് മൂന്നും കൂടി ഒന്നിച്ചിട്ടാൻ ബുദ്ധിമുട്ടാണ്. TPയുടെ മകൾക്ക് ഇത് മൂന്നും ഉണ്ട്. TPക്കും അത് പിന്നെ അങ്ങനെയല്ലേ വരികയുള്ളൂ. അവൾ എന്റെ ഏക മകളാണ്. എന്തോ നീ കാണിക്കുന്നു? അയ്യോ, ഈ രണ്ട് മണ്ടന്മാർ അളിയന്മാരെ എനിക്ക് തന്നിട്ട് എന്റെ ഭാര്യ യാത്ര പറഞ്ഞു പോയി. യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി TP? എടാ, മരിച്ചു പോയടാ. ആ, അത്രേ ഉള്ളു. അത്രേ ഉള്ളൂ. അയ്യോ, കഷ്ടം. ഈ മണ്ട അളിയന്മാരും ഈ TP മരിച്ചിട്ട് ആ നല്ല സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ ഉള്ളത്. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് കേറി വരൂ. എല്ലാരും കൂടെ എങ്ങോട്ടാ? ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട് വരെ. ആ, അപ്പൊ ഉച്ചയ്ക്ക് അവിടെ ആയിരിക്കും ഊണ്. അതെ. ഇത് എന്റെ മോള് ശാരദ, അവളുടെ ഭർത്താവ് രാമകൃഷ്ണൻ, അങ്ങ് ഗൾഫിലാ. ഇതിന്റെ കൊച്ചു മോള് നിമ്മി. പോയിട്ടോ. അല്ല, ഇതേത് ഭാര്യയുള്ള മോളാ? അയ്യോ, ഇവിടെ എന്റെ മോളല്ല, എന്റെ ചേട്ടന്റെ മോളാ. ഓ, അയ്യോ, നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു അല്ലേ? ഇവിടെ ആ താമസം. ചെറുപ്പത്തില് അവൾ അച്ഛനും അമ്മയും മരിച്ചുപോയി. അയ്യോ, പാവം. എടാ ശങ്കു, TPയുടെ കുടുംബത്തിൽ മരിക്കാത്തതായിട്ട് TP മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു. മര്യാദ കിടക്കുന്നുണ്ടോ അവിടെ? തുറന്നു വിട്ടാ ശല്യം, അടച്ചിട്ട് അതിനേക്കാൾ ശല്യം. എന്തൊരു ജീവിയുടെ ഇത്? നമസ്കാരം. ഇതാണോ അടുക്കള? നിങ്ങളാണോ ശാന്തമ്മ? പാവം ശാന്തമ്മ. ശാന്തമായ സ്വഭാവം അല്ലേ? ആ, ഞങ്ങളിവിടെ പുതുതായിട്ട് വന്ന ജോലിക്കാരാ. അപ്പൊ TP ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അടുക്കള വല്ലതും ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഫാക്ടറിയിലേക്ക് ചെല്ലാം. എടാ രാജു, ഇന്നലെ ചെടിച്ചട്ടി, കാറ്, ഓസ്, ഇന്നിതാ കുട്ടുകം. എന്റെ ദൈവം, ഇത് ചെറുത്താന്റെ കോട്ടയാണോ? നിങ്ങൾ വല്ല കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഒരു ബുൾസൈ ഉണ്ടാക്കി തരുമോ? മനസ്സായി. ഇത് നാളെ വേറെ വല്ലവരോട് ചോദിക്കും. ഇതാണോ മുട്ട? ഇതാണ് ബുൾസൈ. തരും. എനിക്ക് പോയിരിക്കുന്നു. ഇപ്പൊ സാമ്പാറും കഴിച്ചേ. എന്ത് എന്താ ഇതിനകത്ത്? അയ്യോ, എന്റെ പൊന്നു കുഞ്ഞ് തുറക്കല്ലേ, ചതിക്കല്ലോ കുഞ്ഞെ. നീ അങ്ങോട്ട് തുറക്കണം. കുഞ്ഞെ, ഓ, ചതിച്ചു. ഇന്ന് ഞാൻ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് പണിയാ ഈ കാണിച്ചത്? ഇനി ഇവനെ ഒന്ന് കുട്ടകത്തിലാക്കണമെങ്കിൽ ഞാൻ എന്ത് പാടുപെടണം? രാജു, ഇവിടെ എല്ലാം കുഴപ്പം തന്നെ. ഇതെന്താ ഇങ്ങനെ? അതൊന്നും പറയാതിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ നല്ലത്. ഇവൻ എന്റെ ആങ്ങളെയാ. ഇവൻ കുറെ കാലം മാജിക്കാരോട് ബോംബെയിലായിരുന്നു. മാജിക്കിനെ പറ്റി ചിന്തിച്ച് ഇവന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചു. പകുതി ഭ്രാന്ത് പോയി, പകുതി പോയില്ല. പകുതി ഭ്രാന്ത് മുഴുവൻ മാജിക്കുമായിട്ടാണ് ഇപ്പോൾ അവന്റെ പോക്ക്. കുട്ടവും കൊണ്ട് പുറകെ നടക്കല ഇപ്പോൾ എന്റെ ജോലി. എന്താ നിങ്ങളുടെ പേര്? കുട്ടിച്ചാച്ചൻ എന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. ഓ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മുതലാളി, 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 മുതലാളി.
മുതലാളി, ഇവരൊക്കെ ഉറക്കമാണോ അതോ മരിച്ചോ? അല്ലേ ആള്, അയാൾ മരിച്ചാലും നമ്മളെ കണ്ട എഴുന്നേറ്റ് വരും. ആ വാ. തലയ്ക്കകത്ത് വല്ലുണ്ടടാ. വീട് പൂട്ടിയിരിക്കുകയാണ്, നമ്മൾ എങ്ങനെ അകത്ത് കയറും? നമ്മുടെ പഴയ പണി. എന്തോന്ന്? ഭവനവേദനം. അത് കൊള്ളാം. എന്റെ കള്ളത്താക്കുൽ ഭഗവതി. അതാണ് രാജു. മിണ്ടിപ്പോരുത്, കൊന്നുകളഞ്ഞ. കരയരുത്. ഇല്ല. ഈ അസമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് മുതലാളി ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വന്ന് എന്റെ കൂട്ടുകാരനെ നിരക്ഷിക്കണം. കള്ളനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ അവനെ താഴേട്ട് ഓടിക്കുകയാണ്. ഒരു ഇടി കൊള്ളാനുള്ള ശേഷി പോലും അവനില്ല. അവര് ചീശുവാണ്. അളിയാ, പൊന്നളിയാ, ഇവനെ താഴെ ഇടണം. ഞാൻ ഇവനെ വെട്ടിക്കീറട്ടെ. ഞാൻ വിറകോ മറ്റോ ആണോ വെട്ടിക്കീറാൻ? താഴെ ഇടല്ലേ. ഇടണമല്ലാതെ താഴെ. ഞാനവനെ മീൻ അരിയുന്ന പോലെ അരിയട്ടെ. അയ്യോ, ഈ ബദലാളി അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. നീയും കൂടെ ഉണ്ടില്ലേടാ? അതെ. മോളെ, ഇവൻ നിന്റെ മുറിയിൽ കയറി ആഭരണങ്ങൾ വല്ലതും മോഷിച്ചോ? ഛേ, വേറെ വല്ലതും പറ മുതലാളി. ആർക്ക് വേണം നിങ്ങളുടെ പന്ന ആഭരണം? ഡാഡി, ഇവര് മോഷ്ടിക്കാൻ വന്നതല്ല. ഫാക്ടറിയിലെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങിയില്ലെന്ന് ഡാഡിയെ കണ്ട് പറയാൻ വന്നതാണ്. ഓ സോറി, ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെ ഇടയ്ക്ക് ടീപ്പിയുടെ പറയാൻ മറന്നു. എന്നാ നേരത്തെ പറഞ്ഞ് തുറച്ചുകൂടായിരുന്നോ? കുറുക്കന്മാരെ, ഫാക്ടറിയുടെ ജനൽ പൊളിച്ചു. അതവിടെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. രാവിലെ പോയി ഫിറ്റ് ചെയ്യാം. പാലിൽ വെള്ളം ചേർത്തവനെ ശിക്ഷിച്ചു. അവനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പാല് വെള്ളം അല്ലാതെ പിന്നെ തേൻ ചേർക്കാൻ പറ്റുമോ? ചേടാ, ഈ നാട്ടിൽ ഒന്നും ചെയ്ത് ജീവിക്കാൻ വയ്യുന്നായല്ലോ. ആവശ്യമുണ്ട്. സമർത്ഥനായ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. പൊതുജനത്തിന്റെ നെഞ്ചത്തൂടി കാർ ഓടിച്ച് കയറ്റി കൊല്ലുന്ന വല്ല മന്ത്രിമാരുടെയും ഡ്രൈവർമാരെ ആയിരിക്കും ആവശ്യം. ഇവർക്ക് ആളെ കൊല്ലാത്ത ഡ്രൈവറെ ആവശ്യം. ഇറങ്ങേണ്ടതാണ്. കാറിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അയ്യോ അണ്ണാ, ചൂടാവാ. അണ്ണന് പറ്റിയ ഒരു കോള് വന്നിട്ടുണ്ട്. കോളോ? എന്ത് കോള്? ആവശ്യമുണ്ട്. 25 വർഷം അംബാസഡർ കാർ ഓട്ടിച്ച് പരിചയമുള്ളതും രവി എന്ന് പേരുമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട്. ശമ്പളവും കിമ്പളവും ഡ്രൈവറുടെ ഇഷ്ടാനുസരണം നിശ്ചയിക്കാം. ഇഷ്ടമുള്ളപ്പോ ജോലി ചെയ്താൽ മതി. ഉടനെ അപേക്ഷിക്കാം. ഇതെന്ത് പരസ്യമാടാ? ഇങ്ങനെയും പരസ്യമുണ്ടോ? അണ്ണാ, അണ്ണ ഈ ജോലിക്ക് അപേക്ഷിക്കണ്ട, അണ്ണ പോവുകയും വേണ്ട. നീ പോറാ. എനിക്കൊരു നല്ല കാലം വരുന്നത് എന്റെ അടുത്ത് സഹിക്കുന്നില്ലല്ലേ? ആ പേപ്പർ കൊണ്ടുവാ. ഇന്ന് തന്നെ ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കും. എന്റെ ഭഗവാനെ, എന്റെ കഷ്ടകാലം ഇന്നത്തോടുകൂടി അവസാനിക്കണേ. ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ. എന്റെ പഴവങ്ങാടി ഗണപതി, ആറ്റുകാലമ്മേ, കൊഞ്ചരവള ഭഗവതി, സ്വാമിയേ ശരണമയ്യപ്പോ. വരാനാ
വന്നു പോയാൽ